നിങ്ങൾക്കെപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുമ്പോൾ ഒരു മറുപടിയും കിട്ടുന്നില്ലെന്ന്? സത്യത്തിൽ ആർക്കെങ്കിലും ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ? അതോ ഇത് വെറുമൊരു ഭാവന മാത്രമാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെയാണോ പോകുന്നത്, അതോ ഏതെങ്കിലും ഒരു ദിവ്യശക്തി നമ്മളെ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും. കാരണം ഇന്ന് നമ്മൾ പരമഹംസ യോഗാനന്ദയുടെ നിഗൂഢമായ പുസ്തകം ദൈവത്തോട് സംസാരിക്കുക, ടോക്കിംഗ് വിത്ത് ഗോഡ്, വിശദമായി മനസ്സിലാക്കാനും ആഴത്തിലുള്ള ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും പോകുന്നു. ഇത് നമ്മളെയും ദൈവവുമായി നേരിട്ട് സംവദിക്കാൻ പഠിപ്പിക്കും. പരമഹംസ യോഗാനന്ദൻ അതേ മഹാനായ യോഗിയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം ഒരു യോഗിയുടെ ആത്മകഥ, ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ആത്മീയതയിലേക്ക് പ്രചോദിപ്പിച്ചു. ദൈവത്തോട് സംസാരിക്കുക, ടോക്കിംഗ് വിത്ത് ഗോഡ് എന്ന തന്റെ മറ്റൊരു പുസ്തകത്തിൽ അദ്ദേഹം ദൈവവുമായി സംസാരിക്കുന്നതിനുള്ള നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. ഇത് ഒരു സാധാരണ പുസ്തകമല്ല, മറിച്ച് ഒരു ആത്മീയ വഴികാട്ടിയാണ്. ദൈവവുമായി ബന്ധപ്പെടാൻ അമ്പലങ്ങളിൽ പോകുകയും പ്രാർത്ഥിക്കുകയും മാത്രം പോരാ, അതിനായി നമ്മുടെ ഉള്ളിലെ ബോധത്തെ ഉണർത്തണമെന്നും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും എല്ലാവർക്കും കഴിയില്ല. ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങി ദൈവവുമായി സംവദിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 10 പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ മനസ്സിലാക്കും. ഈ രഹസ്യങ്ങൾ വെറും സാധാരണ അറിവുകളല്ല, മറിച്ച് ആഴത്തിലുള്ള ആത്മീയ തത്വങ്ങളാണ്. ഇവ പിന്തുടർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക, കാരണം ഓരോ രഹസ്യവും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തിയും ബോധവും ഉണർത്തും. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ രഹസ്യം ഏറ്റവും ശക്തമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറിയേക്കാം. ഒന്നാം രഹസ്യം: ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാത്തത്? നമ്മളിലെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദുഃഖത്തിലും വിഷമത്തിലും വലിയ പ്രശ്നങ്ങളുടെ സമയത്തും നമ്മൾ ദൈവത്തെ ഓർമ്മിക്കുന്നു, ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. എന്നാൽ വ്യക്തമായൊരു മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു, ഒന്നുകിൽ ദൈവം നമ്മളെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ അവഗണിക്കുകയാണ് എന്ന്. പക്ഷേ ശരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലേ? പരമഹംസ യോഗാനന്ദൻ തന്റെ ദൈവത്തോട് സംസാരിക്കുക, ടോക്കിംഗ് വിത്ത് ഗോഡ് എന്ന പുസ്തകത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും കേൾക്കുന്നു. പക്ഷേ നമ്മൾക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. ഇതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ ബോധത്തിന്റെ തലമാണ്, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. ഈ ബോധത്തിന്റെ തലമാണ് ദൈവവുമായി സംവദിക്കാനുള്ള താക്കോൽ. ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു റേഡിയോ സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നതുപോലെയാണ്. നമ്മുടെ മനസ്സ് എന്ന റേഡിയോ ശരിയായ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്തിട്ടില്ലെങ്കിൽ, ആ ചാനൽ എപ്പോഴും പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കേൾക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സ് അശാന്തമാണെങ്കിൽ അതിന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. മനസ്സ് ഭൗതികമായ ആഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് എത്തുകയില്ല. നമ്മൾ സ്വാർത്ഥതയ്ക്കു വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ആത്മാവിന്റെ വിളിയായി മാറില്ല. ദൈവത്തോട് സംവദിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കണം എന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. നമ്മുടെ മനസ്സ് അങ്ങോട്ടുമിങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എണ്ണമറ്റ ചിന്തകൾ നിറഞ്ഞതാണെങ്കിൽ, ആ ദിവ്യശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം? ധ്യാനവും ഏകാഗ്രതയും വളർത്തുക. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ധ്യാനമാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചഞ്ചലമായ മനസ്സ് ശാന്തമാകുകയും നമ്മുടെ ബോധം ഉയർന്ന തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം നിയന്ത്രിക്കുന്ന ക്രിയായോഗ ധ്യാനം ദൈവത്തോട് സംവദിക്കാൻ ഏറ്റവും ശക്തമായ മാർഗമാണെന്ന് പരമഹംസ യോഗാനന്ദൻ വിശ്വസിച്ചിരുന്നു. നമ്മൾ ശാന്തവും ആഴത്തിലുള്ളതുമായ ശ്വാസമെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്രമേണ ശാന്തമാവാൻ തുടങ്ങുന്നു. ആന്തരിക സമാധാനം പരിശീലിക്കുക. ദൈവവുമായി സംവദിക്കാൻ ബാഹ്യലോകത്തേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ആന്തരിക ലോകത്തെ ക്രമീകരിക്കണം. നെഗറ്റീവ് ചിന്തകൾ, വെറുപ്പ്, കോപം, അനാവശ്യമായ ഉത്കണ്ഠകൾ എന്നിവ നമ്മൾ ഉപേക്ഷിക്കണം. സ്നേഹത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുക. വെറും വാക്കുകൾ കൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥന മാത്രം മതിയാകില്ലെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. പൂർണ്ണമായ വിശ്വാസത്തോടും സ്നേഹത്തോടും ഭക്തിയോടും കൂടി നമ്മൾ ദൈവത്തെ വിളിക്കണം. പ്രാർത്ഥന ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ മാത്രമാണ് അത് ദൈവത്തിലെത്തുന്നത്. അപ്പോൾ ദൈവത്തോട് എങ്ങനെ സംവദിക്കും? നിങ്ങൾ ആത്മാർത്ഥമായി ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് യാദൃച്ഛികമായി പൂർത്തിയാകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു സമാധാനമോ മാർഗനിർദ്ദേശമോ ലഭിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു എന്നതിന്റെ തെളിവാണ്. എന്നാൽ അവരുടെ ശബ്ദം വളരെ സൂക്ഷ്മമാണ്. നമ്മുടെ മനസ്സ് ബഹളം നിറഞ്ഞതായിരിക്കുമ്പോൾ ഈ ദിവ്യസന്ദേശം നഷ്ടമാകുന്നു. ദൈവത്തോട് സംസാരിക്കാൻ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തവും ശുദ്ധവുമാക്കണം. നമ്മുടെ മനസ്സ് അഹംഭാവം, ആഗ്രഹങ്ങൾ, ലൗകികമായ തിരക്കുകൾ എന്നിവയിൽ നിന്ന് മുക്തമാകുമ്പോൾ
ദൈവത്തിന്റെ നേരിയതും എന്നാൽ വ്യക്തവുമായ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ചോദ്യമുയരുന്നു: ദൈവം നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പൂർത്തിയാകുമോ? നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ദൈവം ബാധ്യസ്ഥനാണോ? ഇതിനുള്ള ഉത്തരം അടുത്ത രഹസ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. അവിടെ നമ്മൾ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതെന്താണെന്ന് മനസ്സിലാക്കും. രണ്ടാം രഹസ്യം: പ്രാർത്ഥനയേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതെന്ത്? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ദൈവത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ചിലർ പണത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിലർ വിജയത്തിനുവേണ്ടി, ചിലർ സമാധാനത്തിനുവേണ്ടി, ചിലർ ഏതെങ്കിലും പ്രത്യേക പ്രശ്നത്തിന് പരിഹാരത്തിനുവേണ്ടി. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? വെറും ആവശ്യങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് ദൈവവുമായി സംവദിക്കാൻ കഴിയില്ലെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ കേൾക്കുന്നത് പ്രധാനമാണ്. എന്തുകൊണ്ടാണ് കേൾക്കുന്നത് കൂടുതൽ പ്രധാനം? നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അതൊരു ഏകപക്ഷീയമായ സംഭാഷണമായി മാറുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിക്കുകയും അവരുടെ വാക്കുകൾ കേൾക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്താൽ ആ സംഭാഷണം വിജയിക്കുമോ? അതുപോലെ ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കാനും നമ്മൾ പഠിക്കണം. ഈ ശബ്ദം വാക്കുകളിലല്ല, മറിച്ച് ഒരു തോന്നൽ, ഒരു ആന്തരിക അനുഭവമായിട്ടാണ് വരുന്നത്. പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് ആവശ്യപ്പെടുക മാത്രമല്ല, അവരുടെ ദിവ്യസാന്നിധ്യം അനുഭവിക്കുക കൂടിയാണെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. നിങ്ങൾ വെറും ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അശാന്തമായി തുടരുന്നു. എന്നാൽ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ആഴത്തിലുള്ള സമാധാനം അനുഭവപ്പെടുന്നു. ഈ സമാധാനത്തിലാണ് ദൈവം നമ്മൾക്ക് അവരുടെ സൂചനകൾ നൽകുന്നത്. ദൈവത്തിന്റെ സൂചനകൾ നമുക്ക് എങ്ങനെ ലഭിക്കുന്നു? നമ്മൾ ധ്യാനത്തിൽ ആഴത്തിലിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദിവ്യശക്തി ഉണരുന്നു. ഈ ശക്തി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇത് നമ്മൾക്ക് ശരിയായ പാത കാണിച്ചു തരുന്നു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു. ഏറ്റവും പ്രധാനമായി, ദൈവം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിത്തരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നു: നമ്മൾ എങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും? ഇതിന് ധ്യാനം വളരെ പ്രധാനമാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ശാന്തമായ തടാകം പോലെയാകും. ഒരു ശാന്തമായ തടാകത്തിൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം വ്യക്തമായി കാണാൻ കഴിയുന്നതുപോലെ നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ദൈവത്തിന്റെ സൂചനകൾ നമുക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും. ദൈവവുമായി സംസാരിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം ധ്യാനമാണെന്ന് പരമഹംസ യോഗാനന്ദൻ തന്റെ പുസ്തകത്തിൽ പറയുന്നു. നമ്മൾ ആഴത്തിലുള്ള ധ്യാനത്തിലിറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകൾ മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവിക്കുന്നു. ധ്യാനം കൂടാതെ പ്രാർത്ഥന അപൂർണമാകുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ മറുപടി കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല സംഭാഷണം നടത്താൻ കഴിയില്ല. അതുപോലെ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ പഠിക്കണം. അവരുടെ ദിവ്യസാന്നിധ്യം അനുഭവിക്കുന്നില്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ചോദ്യമുയരുന്നു: ധ്യാനത്തിന്റെ ശരിയായ രീതി എന്താണ്? എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? അതുവഴി നമുക്ക് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാൻ തുടങ്ങും. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് മൂന്നാമത്തെ രഹസ്യത്തിൽ ലഭിക്കും. അവിടെ നമ്മൾ ദൈവത്തിന്റെ ഊർജ്ജം അനുഭവിക്കാൻ എങ്ങനെ ശരിയായ രീതിയിൽ ധ്യാനിക്കാമെന്ന് മനസ്സിലാക്കും. മൂന്നാം രഹസ്യം: ധ്യാനത്തിൽ ദൈവാനുഭവം എങ്ങനെ നേടാം? പലരും ധ്യാനിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാറില്ല. എന്തുകൊണ്ട്? കാരണം ധ്യാനമെന്നാൽ വെറുതെയിരിക്കുകയും കണ്ണടയ്ക്കുകയുമല്ല. യഥാർത്ഥ ധ്യാനമെന്നാൽ നമ്മുടെ ബോധത്തെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതാണ്. ക്രിയായോഗം ദൈവത്തെ നേരിട്ട് അനുഭവിക്കാൻ സാധകനെ സഹായിക്കുന്ന ഒരു രഹസ്യരീതിയാണെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. ഇതൊരു സാധാരണ ധ്യാനമല്ല, മറിച്ച് ഒരു ആഴത്തിലുള്ള ആത്മീയ പ്രക്രിയയാണ്. ഇതിൽ ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ സ്ഥിരമാക്കുന്നു. മനസ്സ് സ്ഥിരമാകുമ്പോൾ ആത്മാവ് അതിന്റെ യഥാർത്ഥ അവസ്ഥ അനുഭവിക്കാൻ തുടങ്ങുന്നു, അതായത് ദൈവവുമായി ബന്ധപ്പെടുന്നു. ക്രിയായോഗയും ശ്വാസത്തിന്റെ രഹസ്യവും. നമ്മുടെ ശ്വാസമാണ് മനസ്സിന്റെ താക്കോലെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. നമ്മൾ അസ്വസ്ഥരായിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം വേഗത്തിലാകുന്നു. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ ശ്വാസം മന്ദഗതിയിലാകുന്നു. നമ്മൾ ആഴത്തിലുള്ള ധ്യാനത്തിലായിരിക്കുമ്പോൾ ശ്വാസം ഏതാണ്ട് നിലയ്ക്കുന്നു. ഇതാണ് ധ്യാനത്തിന്റെ യഥാർത്ഥ താക്കോൽ. നമ്മൾ ശരിയായ രീതിയിൽ ശ്വാസം നിയന്ത്രിക്കുകയാണെങ്കിൽ മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയും. മനസ്സ് സ്ഥിരമാകുമ്പോൾ നമ്മുടെ ആന്തരിക ഊർജ്ജം മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. മൂന്നാം നേത്രവും ദൈവാനുഭൂതിയും. ധ്യാനത്തിലൂടെ ഈ ഊർജ്ജം പതിയെ മുകളിലേക്ക് ഉയരുമ്പോൾ അത് ആജ്ഞാചക്രത്തിൽ തേർഡ് ഐ കേന്ദ്രീകരിക്കുന്നു. സാധകന് ദൈവത്തിന്റെ സാന്നിധ്യം ആദ്യമായി അനുഭവിക്കാൻ കഴിയുന്ന ഇടം ഇതാണ്. ഇവിടെ ഒരു ദിവ്യപ്രകാശം കാണാൻ കഴിഞ്ഞേക്കാം, ഒരു ആഴത്തിലുള്ള സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ ആന്തരിക ശബ്ദം കേൾക്കാൻ കഴിഞ്ഞേക്കാം. ഒരു സാധകൻ ക്രിയായോഗം അഭ്യസിക്കുമ്പോൾ അവന്റെ ആത്മാവ് പരമാത്മാവുമായി നേരിട്ട് സംവദിക്കാൻ തുടങ്ങുമെന്ന് പരമഹംസ യോഗാനന്ദൻ തന്റെ പുസ്തകത്തിൽ പറയുന്നു. അയാൾ ദൈവത്തെ ഒരു ഭാവനയായിട്ടല്ല, മറിച്ച് തന്റെ ഉള്ളിൽ യഥാർത്ഥ രൂപത്തിൽ അനുഭവിക്കുന്നു.
പക്ഷേ ദൈവത്തെ ധ്യാനത്തിൽ മാത്രമാണോ കാണാൻ കഴിയുന്നത്? ഇപ്പോൾ ഒരു ചോദ്യമുയരുന്നു. ദൈവാനുഭവം നമുക്ക് ധ്യാനത്തിൽ മാത്രമാണോ ഉണ്ടാകുന്നത്? എല്ലാ സമയത്തും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന വേറെ ഏതെങ്കിലും മാർഗമുണ്ടോ? നാലാമത്തെ രഹസ്യം ഇതുതന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അവിടെ നമ്മൾ ഓരോ നിമിഷത്തിലും ഓരോ സാഹചര്യത്തിലും ദൈവവുമായി എങ്ങനെ ബന്ധപ്പെടാമെന്ന് മനസ്സിലാക്കും. നാലാം രഹസ്യം, എല്ലാ സമയത്തും ദൈവത്തെ നമ്മോടൊപ്പം എങ്ങനെ അനുഭവിക്കാം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ദൈവത്തെ അമ്പലങ്ങളിലും വിഗ്രഹങ്ങളിലും പൂജയിലും മാത്രമായി കാണുന്നു. പക്ഷേ ശരിക്കും ദൈവം അവിടെ മാത്രം ഒതുങ്ങിയിരിക്കുകയാണോ? ദൈവം എല്ലാ സ്ഥലത്തുമുണ്ടെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും ഓരോ ചിന്തയിലും ഓരോ വികാരത്തിലും ദൈവമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ അമ്പലങ്ങളിൽ മാത്രം അന്വേഷിക്കുന്നത്? ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നത് അമ്പലങ്ങളിൽ പോകാനും പൂജ ചെയ്യാനും വിഗ്രഹങ്ങളുടെ മുന്നിൽ തലകുനിക്കാനുമാണ്. പക്ഷേ ദൈവം ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിയിരിക്കുകയല്ല എന്ന് നമ്മൾ മറന്നുപോകുന്നു. ദൈവം എല്ലാ സ്ഥലത്തുമുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം വിഗ്രഹങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? കാരണം നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അതുമാത്രമാണ്. നമ്മുടെ ശ്രദ്ധ ബാഹ്യമായ കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തെ അനുഭവിക്കാൻ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. നമ്മുടെ ബോധം ഉയർന്ന തലത്തിലെത്താതെ ദൈവത്തിന്റെ യഥാർത്ഥ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലുമുണ്ട്. ഓരോ പ്രവൃത്തിയും സ്നേഹത്തോടും വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി ചെയ്യുമ്പോൾ ദൈവം സ്വയം നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. നിങ്ങൾ പൂർണ്ണമായ സത്യസന്ധതയോടും കഠിനാധ്വാനത്തോടും കൂടി ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഴത്തിലുള്ള സംതൃപ്തി അനുഭവപ്പെടും. ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചന. ഒരു ജോലിയും ചെറുതോ വലുതോ അല്ല. നിങ്ങളുടെ ജോലിയെ ദൈവത്തിനുള്ള സേവനമായി നിങ്ങൾ കണക്കാക്കിയാൽ ആ സാധാരണ ജോലി ഒരു ആത്മീയ സാധന ആയി മാറും. എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ശക്തി നിങ്ങളെ നോക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ നയിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു വിഷമഘട്ടത്തിലായിരിക്കുമ്പോൾ പെട്ടെന്നൊരു പരിഹാരം ലഭിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ദൈവത്തിന്റെ സൂചനകളാണ്. പക്ഷേ യഥാർത്ഥ ചോദ്യമിതാണ്, ദൈവത്തിന്റെ മറുപടി എങ്ങനെ ലഭിക്കും? ദൈവം വെറും സൂചനകൾ മാത്രമാണോ നൽകുന്നത്, അതോ നേരിട്ട് സംവദിക്കാനും കഴിയുമോ? അഞ്ചാമത്തെ രഹസ്യം നിങ്ങളെ ഞെട്ടിച്ചേക്കാം. അവിടെ നമ്മൾ ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കാനുള്ള യഥാർത്ഥ വഴി എന്താണെന്ന് മനസ്സിലാക്കും. അഞ്ചാം രഹസ്യം, ദൈവത്തിന്റെ മറുപടിയെ എങ്ങനെ തിരിച്ചറിയാം. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ അവരോട് സഹായം ചോദിക്കുന്നു, മാർഗനിർദ്ദേശം പ്രതീക്ഷിക്കുന്നു, പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഗ്രഹിക്കുന്നു. പക്ഷേ ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ മനസ്സിൽ സംശയമുയരും, ദൈവം എന്നെ കേൾക്കുന്നുണ്ടോ? ദൈവം എപ്പോഴും ഉത്തരം നൽകുന്നുവെന്ന് പരമഹംസ യോഗാനന്ദൻ വ്യക്തമായി പറയുന്നു. പക്ഷേ അത് തിരിച്ചറിയാനുള്ള കല നമ്മൾ പഠിക്കണം. ദൈവം 3 രീതിയിൽ ഉത്തരം നൽകുന്നു. 1. അന്തർജ്ഞാനം, ഇൻറ്റ്യൂഷൻ. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ. ചിലപ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ പെട്ടെന്നൊരു വ്യക്തമായ ചിന്തയോ തോന്നലോ വരുന്നു. ഈ തോന്നൽ അത്ര കൃത്യമായിരിക്കും, അത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും. ഇത് ഒരു സാധാരണ ചിന്തയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദമാണ്. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ആത്മാവിന് ദൈവത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ കഴിയുമെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിനെ ആഴത്തിൽ സ്പർശിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഉത്തരമാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. 2. സ്വപ്നങ്ങൾ, ദിവ്യസന്ദേശങ്ങളുടെ മാധ്യമം. ചിലപ്പോൾ ദൈവം നമുക്ക് നേരിട്ട് വാക്കുകളിൽ ഉത്തരം നൽകാറില്ല, പകരം സ്വപ്നങ്ങളിലൂടെ സൂചനകൾ നൽകുന്നു. സ്വപ്നങ്ങളിൽ കാണുന്ന പ്രതീകങ്ങളും സംഭവങ്ങളും നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയേക്കാം. പല സന്യാസിമാരും യോഗികളും തങ്ങളുടെ ജീവിതത്തിൽ അത്തരം ദിവ്യസ്വപ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ദൈവം അവർക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്വപ്നം അസാധാരണമാംവിധം വ്യക്തവും ശക്തവുമാണെന്ന് തോന്നിയാൽ അതിനെ നിസ്സാരമായി കാണരുത്, അത് ദൈവത്തിന്റെ സൂചനയായിരിക്കാം. 3. പുസ്തകങ്ങൾ, ആളുകൾ, സംഭവങ്ങൾ എന്നിവയിലൂടെയുള്ള സൂചനകൾ. ചിലപ്പോൾ നമ്മളൊരു ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ പെട്ടെന്നൊരു വ്യക്തി എന്തെങ്കിലും പറയുന്നു, അത് നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമായി മാറുന്നു. അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിലെ ഒരു വരി നമുക്ക് ഒരു ആഴത്തിലുള്ള ഉത്തരം നൽകുന്നു. അല്ലെങ്കിൽ ഒരു സംഭവം പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വരുന്നു, അത് നമുക്ക് ശരിയായ ദിശ കാണിച്ചു തരുന്നു. ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുന്നു, അത് നിങ്ങളുടെ ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരമായിരുന്നു. അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അറിയാതെ എന്തെങ്കിലും പറയുന്നു, അത് നിങ്ങളുടെ ആശയക്കുഴപ്പം പരിഹരിക്കുന്നു. ഇത് യാദൃച്ഛികമല്ല, സൂചനകളിലൂടെയും ദൈവം നമ്മളുമായി സംവദിക്കുന്നു. ദൈവത്തിന്റെ ഉത്തരങ്ങളെ തിരിച്ചറിയാൻ എന്തു ചെയ്യണം? 1. മനസ്സിനെ ശാന്തമാക്കുക. മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ സൂചനകൾ മനസ്സിലാക്കാൻ കഴിയൂ. 2. ഓരോ അനുഭവത്തെയും ശ്രദ്ധയോടെ കാണുക. ഏതൊരു സംഭവമോ വാക്കോ ദൈവത്തിന്റെ സന്ദേശമായിരിക്കാം. 3. ഹൃദയത്തെ ശ്രദ്ധിക്കുക.
ഒരു ഉത്തരം ഉള്ളിൽ നിന്ന് വരികയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ ദൈവവുമായി സംവദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഈ ബന്ധം എങ്ങനെ നിലനിർത്തും? ദൈവവുമായുള്ള ബന്ധം ഒരിക്കലും മുറിയാതെ എങ്ങനെ ഉറപ്പാക്കും? ആറാമത്തെ രഹസ്യം ഇതിനോട് ബന്ധപ്പെട്ടതാണ്. ഇത് നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കാം. ആറാം രഹസ്യം: ദൈവവുമായി എങ്ങനെ ബന്ധം നിലനിർത്താം. ദൈവവുമായി ബന്ധപ്പെടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ ആ ബന്ധം നിലനിർത്തുന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഭൂരിഭാഗം ആളുകളും ഒരു വിഷമഘട്ടത്തിൽ ദൈവത്തെ വിളിക്കാറുണ്ടെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. എന്നാൽ ആ പ്രതിസന്ധി മാറുമ്പോൾ അവർ അവരെ മറന്നുപോകുന്നു. പലരും ധ്യാനവും പ്രാർത്ഥനയും ചെയ്യാറുണ്ട്, പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഭൗതിക ജീവിതത്തിൽ മുഴുകുന്നു. പതിയെ അവരുടെ ആത്മീയ പുരോഗതി നിലയ്ക്കുകയും അവർ വീണ്ടും അതേ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു: ദൈവം എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? ദൈവവുമായുള്ള ബന്ധം നിലനിർത്താനുള്ള 3 നിയമങ്ങൾ. 1. നിത്യവും ധ്യാനിക്കുക. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കുക. പതിവായുള്ള ധ്യാനമാണ് ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് യോഗാനന്ദൻ പറയുന്നു. ധ്യാനം ഒരു പരിശീലനം മാത്രമല്ല, ദൈവവുമായുള്ള ഒരു ജീവനുള്ള ബന്ധമാണ്. ഒരു വ്യക്തിയുമായി ദിവസവും സംസാരിക്കുമ്പോൾ ബന്ധം ആഴത്തിലാകുന്നതുപോലെ പതിവായുള്ള ധ്യാനം ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ ഇടയ്ക്ക് ധ്യാനം നിർത്തിയാൽ ആ ബന്ധം പതിയെ ദുർബലമാകും. നിങ്ങൾ ധ്യാനം നിർത്തുമ്പോൾ മനസ്സ് വീണ്ടും അശാന്തമാകുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതിന് കാരണമിതാണ്: ധ്യാനം കൂടാതെ നമ്മുടെ മനസ്സ് ബാഹ്യലോകത്തേക്ക് ഒഴുകിപ്പോകുകയും നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. 2. സത്സംഗം ചെയ്യുക. ശരിയായ കൂട്ടുകെട്ടിൽ ജീവിക്കുക. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളാണ് നിങ്ങളുടെ ബോധത്തെ രൂപപ്പെടുത്തുന്നതെന്ന് യോഗാനന്ദൻ പറയുന്നു. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിലും ഭൗതിക സുഖങ്ങളിലും മുഴുകിയിരിക്കുന്ന ആളുകളോടൊപ്പമാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സും അതേ ദിശയിലേക്ക് പോകും. എന്നാൽ നിങ്ങൾ ആത്മീയ ആളുകളുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും ഉയർന്ന ബോധത്തിലേക്ക് ആകർഷിക്കപ്പെടും. സന്യാസിമാരുടെയും ഗുരുക്കന്മാരുടെയും നല്ല സുഹൃത്തുക്കളുടെയും കൂട്ടുകെട്ട് എപ്പോഴും നിങ്ങളെ ആത്മീയ ഊർജ്ജത്താൽ നിറയ്ക്കും. 3. നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമായി നിലനിർത്തുക. ദൈവവുമായി ബന്ധപ്പെടാൻ ധ്യാനവും സത്സംഗവും മാത്രം പോരാ, നിങ്ങളുടെ ചിന്തകളുടെ ശുദ്ധിയും അത്രതന്നെ പ്രധാനമാണ്. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം താഴേക്ക് വരുന്നു. ദൈവവുമായി ബന്ധപ്പെടാൻ മനസ്സിനെ പോസിറ്റീവും ശാന്തവും സ്നേഹം നിറഞ്ഞതുമായി നിലനിർത്തണം. അപ്പോൾ ഇതിനുള്ള പരിഹാരമെന്താണ്? ദിവസവും നിങ്ങളോട് തന്നെ ചോദിക്കുക: എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എന്നെ ദൈവത്തോടടുപ്പിക്കുകയാണോ അതോ അകറ്റുകയാണോ? ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ എന്തു ചെയ്യണം? 1. പതിവായി ധ്യാനിക്കുക. ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത്. 2. സത്സംഗത്തിന്റെ ഭാഗമാവുക. ശരിയായ കൂട്ടുകെട്ട് നിങ്ങളുടെ ആത്മീയ പാതയെ ശക്തിപ്പെടുത്തും. 3. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. നെഗറ്റിവിറ്റി ഒഴിവാക്കി സ്നേഹം, ദയ, കരുണ എന്നിവ സ്വീകരിക്കുക. പക്ഷേ എല്ലാവർക്കും ദൈവത്തിന്റെ അടുത്ത് എത്താൻ കഴിയുമോ? ഈ വഴി എല്ലാവർക്കും തുറന്നിരിക്കുകയാണോ അതോ ചില പ്രത്യേക ആളുകൾക്ക് മാത്രമാണോ? 7ാമത്തെ രഹസ്യം ഈ വലിയ മിഥ്യാബോധത്തെ തകർക്കും. 7ാം രഹസ്യം: ദൈവം പ്രത്യേക ആളുകളോട് മാത്രമാണോ സംസാരിക്കുന്നത്? ദൈവം സന്യാസിമാരോടും യോഗികളോടും മാത്രമാണോ സംസാരിക്കുന്നത്? സാധാരണ മനുഷ്യർക്ക് ദൈവത്തിന്റെ മറുപടി കിട്ടില്ലേ? ഇതാണ് ഏറ്റവും വലിയ മിഥ്യാബോധം. ഏതൊരു വ്യക്തിയോടും ദൈവത്തിന് സംസാരിക്കാൻ കഴിയുമെന്ന് പരമഹംസ യോഗാനന്ദൻ വ്യക്തമായി പറയുന്നു. ഒരു മഹാനായ യോഗിയോ ഒരു സാധാരണ മനുഷ്യനോ ആകട്ടെ, ഒരേയൊരു നിബന്ധനയേയുള്ളൂ: യഥാർത്ഥ ഭക്തിയും ഹൃദയത്തിന്റെ വിശുദ്ധിയും. ദൈവം ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിലോ ആളുകളിലോ ഒതുങ്ങിയിരിക്കുകയല്ല. അവർ എല്ലാ ആത്മാവിന്റെയും ഉള്ളിൽ വസിക്കുന്നു. എല്ലാ മനുഷ്യരിലും അവരുടെ സാന്നിധ്യം ദർശിക്കാൻ കഴിയും. ദൈവവുമായി ബന്ധപ്പെടാൻ ആവശ്യമായ 2 കാര്യങ്ങൾ: ഹൃദയത്തിന്റെ സത്യസന്ധതയും ഭക്തിയും. ദൈവത്തിന്റെ അടുത്തെത്താൻ സങ്കീർണമായ ഒരു പ്രക്രിയ ആവശ്യമില്ല. ഏതൊരാൾക്കും തങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വിളിച്ചാൽ മതി. ഭക്തിയിൽ ആഴവും സത്യസന്ധതയും ഉണ്ടായിരിക്കണം. അത് ഏത് ഭാഷയിലുള്ള പ്രാർത്ഥനയാണെങ്കിലും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലെത്തിയില്ലെന്ന്. പക്ഷെ സത്യമെന്തെന്നാൽ ദൈവം ഓരോ വിളിയും കേൾക്കുന്നു. പക്ഷേ അവരുടെ മറുപടി തിരിച്ചറിയാൻ നമ്മൾക്കറിയില്ല. മനസ്സ് അഹംഭാവം, ഭയം, സംശയം എന്നിവയിൽ നിന്ന് മുക്തമാകുമ്പോൾ ദൈവത്തിന്റെ മറുപടി വ്യക്തമായി കേൾക്കാൻ കഴിയും. ആത്മാവിനുള്ളിലെ ദൈവത്തെ ഉണർത്തുക. ദൈവം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നതെന്ന് യോഗാനന്ദൻ പറയുന്നു. നമ്മൾ ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങുന്നു. ഓരോ ആത്മാവിലും ഒരു ദിവ്യജ്വാലയുണ്ട്. പക്ഷേ അത് തിരിച്ചറിയാനും ഉണർത്താനും നമ്മൾ പഠിക്കണം. അപ്പോൾ ശരിക്കും ആർക്കെങ്കിലും ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ? നിങ്ങൾ ആത്മാർത്ഥമായ ഹൃദയത്തോടെ വിളിക്കുകയും അവരുടെ മറുപടി മനസ്സിലാക്കാനുള്ള കഴിവ് വളർത്തുകയും ചെയ്താൽ. പക്ഷെ ഒരു ചോദ്യമുയരുന്നു: ദൈവത്തിന്റെ ഉത്തരം ഉടനടി ലഭിക്കുമോ? നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഇനി അവസാനത്തെ രഹസ്യമറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഇതെല്ലാം മാറ്റിമറിച്ചേക്കാം. 8ാം രഹസ്യം:
ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ദൈവവുമായി സംവദിക്കാൻ ധ്യാനം, അന്തർജ്ഞാനം, സ്നേഹം, വിശ്വാസം എന്നിവ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ദൈവത്തോട് സംസാരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേയൊരു കാര്യം സമർപ്പണം മാത്രമാണെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. സമർപ്പണത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? നിങ്ങൾ നിങ്ങളുടെ അഹംഭാവം പൂർണ്ണമായും ഉപേക്ഷിക്കുമ്പോൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടത്തിനു മുന്നിൽ സമർപ്പിക്കുമ്പോൾ, സംഭവിക്കുന്നതെല്ലാം എനിക്ക് ശരിയായതാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ യഥാർത്ഥ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയൂ. സമർപ്പണത്തിലൂടെയാണ് ദൈവവുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ദൈവത്തിന് പൂർണ്ണമായ വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വാക്കുകളുടെ ആവശ്യമില്ല. ദൈവം നിശബ്ദമായി നിങ്ങളുടെ എല്ലാ ഭാവങ്ങളും മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരേയൊരു ചോദ്യം മാത്രം. ഇന്നു മുതൽ ദൈവത്തോട് പൂർണ്ണമായ സമർപ്പണം നടത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ആഗ്രഹങ്ങളും അഹംഭാവവും ഉപേക്ഷിച്ച് സ്വയം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഒഴുകിപ്പോകാൻ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് നിർത്തി അവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാക്കാൻ അനുവദിക്കുമോ? ഓർക്കുക, സമർപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തോട് സത്യസന്ധമായി സംസാരിക്കാൻ കഴിയൂ. ഈ അറിവ് നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് തീർച്ചയായും എത്തിക്കുക. 9-ാം രഹസ്യം. ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിറവേറ്റുമോ? നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ദൈവത്തോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണം, വിജയം, സ്നേഹം, ആരോഗ്യം. പക്ഷെ എല്ലാ പ്രാവശ്യവും നമ്മുടെ പ്രാർത്ഥനകൾ പൂർത്തിയാകാറില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം ദൈവം നമ്മുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്നാണോ? നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് എന്താണോ ശരി, അതുമാത്രമേ ദൈവം നൽകുന്നുള്ളൂ എന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് നൽകുന്നില്ല. ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാത്തത്? നമ്മുടെ ആവശ്യവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ അഹംഭാവത്തിനോ ക്ഷണികമായ സന്തോഷത്തിനോ വേണ്ടിയുള്ള കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് മാത്രമാണ് ദൈവം നൽകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ ഭൗതികമാണ്, എന്നാൽ ദൈവം ആത്മീയ വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടി വിഷം ചോദിച്ചാൽ അമ്മ അത് കൊടുക്കുമോ? അതുപോലെ ഒരു കാര്യം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദോഷകരമാണെങ്കിൽ അത് നൽകാൻ ദൈവം വിസമ്മതിച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട കാര്യം ദൈവം നൽകാത്തത് അതിനേക്കാൾ മികച്ച ഒന്ന് നൽകാൻ അവർ തയ്യാറെടുക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥ ഭക്തി ഒരു കച്ചവടമല്ല. നമ്മുടെ പ്രാർത്ഥന പൂർത്തിയാകാത്തപ്പോൾ നമ്മൾ കോപിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയല്ല, മറിച്ച് അവരുമായി ഒരു കച്ചവടം നടത്തുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. യഥാർത്ഥ ഭക്തി എന്നാൽ സമർപ്പണമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും. യഥാർത്ഥ ഭക്തിയുടെ രഹസ്യം. നമ്മൾ ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നത് നിർത്തി അവരുമായി ബന്ധപ്പെടാൻ മാത്രം പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ മാത്രമേ ദൈവം നമ്മൾക്ക് അവരുടെ യഥാർത്ഥ രൂപം കാണിച്ചു തരികയുള്ളൂ. അപ്പോൾ നമ്മൾ അവരുടെ സാന്നിധ്യം നമ്മുടെ ഓരോ നിമിഷത്തിലും അനുഭവിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം ഒതുങ്ങി നിൽക്കണോ? ദൈവവുമായി ബന്ധപ്പെടാൻ കൂടുതൽ ആഴത്തിലുള്ള വേറെ ഏതെങ്കിലും മാർഗമുണ്ടോ? അടുത്ത രഹസ്യം നിങ്ങളുടെ ധാരണയെ മാറ്റിമറിക്കും. 10-ാം രഹസ്യം. ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗം. ദൈവവുമായി സംവദിക്കാൻ ധ്യാനം, പ്രാർത്ഥന, അന്തർജ്ഞാനം എന്നിവ ആവശ്യമാണെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. എന്നാൽ ദൈവത്തിന്റെ അടുത്തെത്താൻ ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗം നിസ്വാർത്ഥമായ സ്നേഹമാണ് എന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. എന്താണ് നിസ്വാർത്ഥമായ സ്നേഹം? നിങ്ങൾ ഒരു സ്വാർത്ഥതയുമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ഓരോ ജീവിയിലും ദൈവത്തിന്റെ അംശം കാണുമ്പോൾ, ഒരു ആഗ്രഹവുമില്ലാതെ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ സ്വയം ദൈവത്തോടടുക്കാൻ തുടങ്ങുന്നു. ഭക്തി അമ്പലങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലുമുണ്ടായിരിക്കണം. ദൈവത്തിന്റെ അടുത്തെത്താൻ അമ്പലങ്ങളിൽ പോയി പൂജ ചെയ്യണം എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നു. പക്ഷേ യഥാർത്ഥ ഭക്തി അമ്പലത്തിലിരുന്നല്ല, മറിച്ച് ദിവസേനയുള്ള ജീവിതത്തിൽ പ്രകടിപ്പിക്കണം. നിങ്ങളൊരാവശ്യമുള്ളവരെ സഹായിക്കുമ്പോൾ, നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ, നിങ്ങളുടെ അഹംഭാവം ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ദൈവത്തിന് ഏറ്റവും അടുത്തായിരിക്കും. ദൈവം സാധകന്മാരോട് മാത്രമല്ല, എല്ലാ സ്നേഹമുള്ള ആത്മാക്കളോടും സംസാരിക്കുന്നു. ഗുഹകളിൽ ധ്യാനിക്കുന്നവരോട് മാത്രമല്ല, തങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹവും ദയയും സൂക്ഷിക്കുന്ന എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു. സ്നേഹവും ദയയുമാണ് നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുന്ന പാലം. ഇപ്പോൾ ചോദ്യമിതാണ്, ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഇന്നു മുതൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും ദീപം കത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവത്തോട് ആവശ്യപ്പെടുന്നതിനു പകരം അവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾ തയ്യാറാണോ?